വാർത്തയിലേക്ക്. കോഴിക്കോട് കട്ടിപ്പാറ അമരാട് വനത്തിൽ അകപ്പെട്ട യുവാക്കളെ കണ്ടെത്തി. കാസർഗോഡ് സ്വദേശികളായ 2 പേരെ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച് വനത്തിൽ പ്രവേശിച്ചതിന് ഇരുവർക്കുമെതിരെ വനം വകുപ്പ് കേസെടുത്തു. നാട്ടുകാരും ഫയർഫോഴ്സും വനം വകുപ്പും സംയുക്തമായി ഇന്നലെ രാത്രി മുതൽ നടത്തിയ പരിശോധനയിലാണ് ഉൾവനത്തിൽ കുടുങ്ങിയ യുവാക്കളെ കണ്ടെത്തിയത്. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ്, സഹോദരൻ അബ്ദുള്ള എന്നിവരാണ് കാട്ടിനുള്ളിൽ വഴിയറിയാതെ അകപ്പെട്ടത്. താമരശ്ശേരിയിലെ ബന്ധുവീട്ടിലെത്തിയ ഇരുവരും കാട് കാണാൻ പോവുകയായിരുന്നു. വനത്തിന് സമീപം ഏറെ വൈകിയും ബൈക്കും സൈക്കിളും കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. ദുർഘടം പിടിച്ച കാട്ടുപാതയും ശക്തമായ മഴയും കാറ്റും ഇരുവരുടെയും അടുത്തെത്തുന്നതിന് തടസ്സമായി. എന്നാൽ ഉൾവനത്തിൽ മൊബൈലിന് റേഞ്ച് ലഭിച്ചത് രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായി. വളരെ ഭയപ്പാടോടെയാണ് പോയത്. പക്ഷേ 2 ആളുകൾ പരിചയമില്ലാത്ത 2 ആളുകൾ ഈ വനത്തിലകപ്പെട്ടുകൊണ്ട് രക്ഷിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നുകൊണ്ടാണ് നമുക്ക് അവിടെ എത്താനായത്. ലോക്ഡൌൺ ലംഘനത്തിന് ഇവർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് നേരെ ആക്രോശവുമായി നാട്ടുകാർ. രാവിലെ തെളിവെടുപ്പിനായി പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ചപ്പോഴാണ് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചത്. വൻ പോലീസ് സന്നാഹത്തിലാണ് പ്രതിയെ എത്തിച്ചത്. രണ്ടാം തവണയാണ് പ്രതി അർജുനെ തെളിവെടുപ്പിനായി പെൺകുട്ടിയുടെ താമസ സ്ഥലത്ത് എത്തിക്കുന്നത്. തെളിവെടുപ്പിനിടെ മാതാപിതാക്കൾ വൈകാരികമായി പ്രതികരിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് മാറ്റി നിർത്തി. എന്നാൽ നാട്ടുകാരനായ ഒരാൾ പ്രതിയെ ആക്രമിച്ചു. അർജുനെ തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്നറിഞ്ഞ് രാവിലെ മുതൽ ചുരക്കുളം എസ്റ്റേറ്റിൽ നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. കുറ്റകൃത്യം ചെയ്ത രീതി പോലീസിന് മുന്നിൽ അർജുൻ വീണ്ടും വിശദീകരിച്ചു. ഡമ്മി ഉപയോഗിച്ച് കുട്ടിയെ കെട്ടിത്തൂക്കിയതും ജനലിലൂടെ പ്രതി രക്ഷപ്പെട്ടതുമെല്ലാം പോലീസ് പുനരാവിഷ്കരിച്ചു. ഐജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്നത്തെ തെളിവെടുപ്പ്. ന്യൂസ് 18 ഇടുക്കി. വടക്കൻ ജില്ലകളിൽ പലയിടത്തും മഴ തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. ബുധനാഴ്ച വരെ മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഭാരതപ്പുഴയിൽ മീൻ പിടിക്കാനെത്തിയ തൃശൂർ വരവൂർ സ്വദേശി മുങ്ങി മരിച്ചു. വരവൂർ സ്വദേശി സുധാകരനാണ് മരിച്ചത്. തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും സുധാകരന്റെ വസ്ത്രവും ഇരുചക്രവാഹനവും കണ്ടെത്തി. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സുധാകരൻ മീൻ പിടിക്കാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കാണാതായതോടെ പുഴയിൽ മുങ്ങിയതാകാമെന്ന നിഗമനത്തിൽ പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇതോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മലപ്പുറം പേരശന്നൂരിൽ യുവാവിനെ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. എടച്ചളം സ്വദേശി സഹദിനെയാണ് കാണാതായത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്ന 2 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കനത്ത മഴയിൽ കോന്നി അച്ചൻകോവിൽ ആറ്റിലൂടെ ഒഴുകിയെത്തിയ കാട്ടാനയുടെ ജഡം കുമ്മണ്ണൂർ വനത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ അച്ചൻകോവിൽ ആറ്റിലൂടെ ആനയുടെ ജഡം ഒഴുകിപ്പോകുന്നതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് രാത്രിയിൽ കല്ലേലി ഞണവാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപം നടത്തിയ തെരച്ചിലാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. ശക്തമായ മഴയിൽ ആന നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് നിഗമനം. കാട്ടാന ഭീതിയിൽ കാസർഗോഡ് പാണത്തൂർ പരിയാരത്തെ കുടുംബങ്ങൾ. കൂട്ടമായെത്തുന്ന കാട്ടാനകൾ കൃഷിയിടത്തിലിറങ്ങി തെങ്ങും വാഴകളും നശിപ്പിക്കുന്നു. കാട്ടാനകളെ തുരത്താൻ സൗരോർജ്ജ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമല്ല. കാട്ടാനക്കൂട്ടത്തെ ഭയന്ന് ഭീതിയോടെ കഴിയുകയാണ് പാണത്തൂർ പരിയാരത്തെ മലയോര ഗ്രാമങ്ങൾ. ജനവാസ മേഖലയോട് ചേർന്ന വന അതിർത്തിയിൽ ദിവസങ്ങളായി കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കേരള കർണാടക അതിർത്തിയിലെ വനത്തിൽ നിന്നാണ് ആനക്കൂട്ടം ഇറങ്ങി വരുന്നത്. വനാതിർത്തി മേഖലകളിൽ വനംവകുപ്പ് സൗരോർജ്ജ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവ മിക്ക പ്രദേശങ്ങളിലും പ്രവർത്തനരഹിതമാണ്. കാടിറങ്ങിയെത്തുന്ന ആനക്കൂട്ടങ്ങൾ വ്യാപകമായ കൃഷിനാശമാണ് വരുത്തുന്നത്. പരിയാരത്തെ ജോൺസന്റെ കൃഷിയിടത്തിലെ തെങ്ങുകളും വാഴകളും ആനക്കൂട്ടം നശിപ്പിച്ചു. കാര്യങ്ങാനത്തെ വീട്ടുമുറ്റത്തെ വാഴകളും നശിപ്പിച്ചു.
പരിയാരം മേഖലയിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ആനശല്യത്തിന് നേരിയ കുറവുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും എത്തി കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയതോടെ കർഷകരും ആശങ്കയിലാണ്. ഇന്നലെ രാത്രിയിൽ ആനകൾ ഒരു 10 ആനയെങ്കിലും കാണും. ഒരു 15 ആന പിണ്ട വിട്ടിട്ടുണ്ട്. ഒരു 10-35 തെങ്ങും ഒരു 300ഓളം വാഴയും ഫുള്ള് നശിപ്പിച്ച് കായ്ക്കാനായ തെങ്ങായിരുന്നു. അത് തെങ്ങൊക്കെ പറിച്ച് ചോടെ കളഞ്ഞതുകൊണ്ട് കൂമ്പെല്ലാം വലിച്ചു പറിച്ച് ഒടിച്ച് ചരിച്ച് പറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇത്രയെല്ലാം ചെയ്തു ആന നശിപ്പിച്ചു കൃഷി. കൃഷിഭൂമിയിലെത്തുന്ന കാട്ടാനകളെ തുരത്താൻ പനത്തടി പഞ്ചായത്തിലെ വനാതിർത്തി മേഖലകളിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് പറഞ്ഞു. ഇന്നിപ്പം പഞ്ചായത്ത് തലത്തിൽ ജനജാഗ്രതാ സദസ്സ് ഉൾപ്പെടെയുള്ള യോഗം നടത്തി ആവശ്യമായ എല്ലാ സുരക്ഷയും ഉറപ്പാക്കുന്ന തരത്തിലേക്ക് അധികാരികൾ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് DFOയോട് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ RRTയുടെ സേവനം കൂടുതൽ ഫലപ്രദമാകുന്ന തരത്തിലേക്കുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെടാൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. വനം വകുപ്പിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ആനക്കൂട്ടങ്ങളെ കാട് കയറ്റാൻ നിയോഗിക്കുമെന്നും വനാതിർത്തിയിൽ സൗരോർജ്ജ വേലിയുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. അഷ്റഫ് പറഞ്ഞു. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ സേവനം അടുത്ത ഒരു ആഴ്ചക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കൊടുക്കുന്നതാണ്. അതുപോലെ ലോക്കലി ആയിട്ടുള്ള 4 പേരെ ആന ഓടിക്കാൻ പറ്റുന്ന ആളുകളെ നമ്മൾ 4 പേരെ നമ്മൾ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലെ മലയോര മേഖലകളിൽ ഒരു മാസത്തിനുള്ളിൽ 10ഓളം തവണയാണ് കാട്ടാനക്കൂട്ടമെത്തി കൃഷി നശിപ്പിച്ചത്. കാട്ടാനകളെ തുരത്താൻ ശാശ്വത പരിഹാരം വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. നിയുക്ത ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല കൈലാസ മന്ദിരം സന്ദർശിച്ചു. ആര്യവൈദ്യശാലയിലെത്തിയ ഗവർണറെ ചീഫ് ഫിസിഷ്യൻ മാധവൻകുട്ടി വാര്യർ, ആര്യവൈദ്യശാല ധർമാശുപത്രി സൂപ്രണ്ട് P. ബാലചന്ദ്ര വാര്യർ, ആര്യവൈദ്യശാല CEO GC ഗോപാലപിള്ള എന്നിവർ സ്വീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഡൽഹിക്ക്, മറ്റന്നാൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിവേഗ റെയിൽ അടക്കമുള്ള വികസന പദ്ധതികൾക്ക് കേന്ദ്ര പിന്തുണ തേടും. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. പിണറായി മന്ത്രിസഭ അധികാരമേറ്റ ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും ഇതാദ്യത്തേതാണ്. സംസ്ഥാനത്തിന്റെ നിരവധി വികസന പ്രശ്നങ്ങളുണ്ട്. അതിൽ തടസ്സങ്ങൾ നേരിടുന്ന പദ്ധതികളുമുണ്ട്. അതിന്റെ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി കേന്ദ്ര പിന്തുണ ഉറപ്പാക്കാനുമാണ് മുഖ്യമന്ത്രി ഡൽഹിക്ക് പോകുന്നത്. ഏറ്റവും പ്രധാനം അതിവേഗ റെയിൽ പദ്ധതി തന്നെയാണ്. ഇതിൽ കേന്ദ്ര അനുമതി വൈകുകയാണ്. ഇത്തരം കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. നാളെയാണ് മുഖ്യമന്ത്രി ഡൽഹിക്ക് തിരിക്കുന്നത്. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. മുഖ്യമന്ത്രി നാളെ ഡൽഹിക്ക് പോകും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. വടകര അഴിത്തലക്കടവിൽ തൂക്കുപാലം വേണമെന്ന ആവശ്യം ശക്തം. നഗരസഭാ പരിധിയിലെ 4 വാർഡുകളിലെ ജനങ്ങളാണ് പാലം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. കടത്ത് തോണിയിലാണ് പ്രദേശവാസികൾ മറുകരയിലെത്തുന്നത്. വടകര നഗരസഭയിലെ 40, 41, 37, 38 വാർഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാന പ്രദേശമാണ് അഴിത്തലക്കടവ്. വർഷങ്ങളായി പ്രദേശവാസികൾ കടത്തുതോണി വഴിയാണ് പുറം ലോകത്തെത്തുന്നത്. ഒരു കടത്തുതോണിയാണ് ഇപ്പോഴുള്ളത്. ജീവൻ പണയം വെച്ചാണ് പ്രദേശവാസികളുടെ കടത്തുതോണിയിലെ യാത്ര. കോവിഡ് കാലം കൂടിയായതിനാൽ വള്ളത്തിൽ കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാനും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് തൂക്കുപാലം വേണമെന്ന ആവശ്യം ശക്തമായത്. ഇപ്പോൾ വർഷങ്ങളായി നഗരസഭയുടെ ശ്രദ്ധയിലേക്ക് പ്രദേശവാസികളായിട്ടുള്ള ഇവിടെയുള്ള ജനങ്ങൾ നിരന്തരം മുറവിളി കൂട്ടുന്ന ഒരാവശ്യമാണ് ഈ കടവ് ഒരു തൂക്കുപാലം നിർമ്മിക്കുക എന്ന ഒരാവശ്യം. തൂക്കുപാലം നിർമ്മിക്കുന്നതോടുകൂടി ഇവിടെയുള്ള ഈ 4ഓളം വാർഡുകളിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിനും ജോലി ആവശ്യത്തിനും ഒക്കെയായി ഈ കടവിനെ ആശ്രയിക്കുന്ന രീതിയിൽ നിന്നും മാറാൻ സാധിക്കുന്നതാണ്. പ്രത്യേകമായി ലോക്ക്ഡൗണിൻ്റെ ഈ സാഹചര്യത്തിൽ വളരെ ദീർഘമായിട്ട് കടവ് അടച്ചിടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. നഗരസഭയിലെ പുതുപ്പണം താഴെയങ്ങാടി പ്രദേശങ്ങളെ യോജിപ്പിക്കുന്ന കടവാണിത്. മുമ്പ് ഇവിടെ തൂക്കുപാലം നിർമ്മിക്കുന്നതിനായുള്ള പഠനത്തിന് തുക അനുവദിച്ചിരുന്നു. 100 മീറ്റർ ദൂരത്തിൽ പാലം നിർമ്മിക്കാൻ 1 കോടിയോളം രൂപ ചെലവ് വരും. ന്യൂസ് 18 വടകര. താമരശ്ശേരി മാനിപുരം റോഡിലെ അണ്ടോണ പാലത്തിൽ അപകടം പതിവാകുന്നു. വലിയ വളവും ഇറക്കവുമുള്ള റോഡിലെ പാലത്തിന് സംരക്ഷണ ഭിത്തിയോ അപായ മുന്നറിയിപ്പോ ഇല്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ബൈക്ക് തോട്ടിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. നിരവധി അപകടങ്ങളാണ് മാനിപുരത്തെ അണ്ടോണ പാലത്തിൽ ഉണ്ടായിട്ടുള്ളത്.
താമരശ്ശേരി പഞ്ചായത്തിന്റെയും കൊടുവള്ളി നഗരസഭയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഇവിടം. അപകടങ്ങൾ പതിവായിട്ടും അപായ മുന്നറിയിപ്പോ സൂചനാ ബോർഡുകളോ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറല്ല. കഴിഞ്ഞ ദിവസം ബൈക്ക് 20 അടി താഴ്ചയുള്ള തോട്ടിൽ വീണ് യുവാവ് മരിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് കാർ തോട്ടിൽ പതിച്ച് അപകടമുണ്ടായിരുന്നു. ഞങ്ങൾ ഈ എണ്ടോണപ്പാലം വളവ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു അപകടങ്ങളുടെ ഒരു പരമ്പരനുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം സൈൻ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ നാട്ടുകാർ ഈ പണി തുടങ്ങിയതിന് ശേഷം ആ സൈൻ ബോർഡൊക്കെ തൽക്കാലത്തേക്ക് എടുത്തു മാറ്റിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കൈവരിയും സൈൻ ബോർഡൊക്കെ നിർബന്ധമാണ്, എന്നാലേ ഈ അപകടം നമ്മൾക്ക് പിടിച്ചിരുത്താൻ കഴിയുള്ളൂ. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെങ്കിലും വാഹനങ്ങൾ ഇറങ്ങിവരുന്ന ഭാഗത്ത് നിർമ്മിച്ചില്ല. വലിയ ഇറക്കവും വളവുമായ ഇവിടെ 2 സ്വകാര്യ ബസ്സുകളും നേരത്തെ അപകടത്തിൽപ്പെട്ടിരുന്നു. സുരക്ഷാ ബോർഡുകൾക്കൊപ്പം സംരക്ഷണ ഭിത്തിയും സ്ഥാപിച്ചില്ലെങ്കിൽ ഇവിടെ അപകടങ്ങൾ ഇനിയുമുണ്ടാകുമെന്നാണ് ആശങ്ക. ന്യൂസ് 18 താമരശ്ശേരി. ചേങ്കോട്ടുകോണം ശാസ്തവട്ടത്ത് വീട്ടിൽ കയറി ആക്രമണം നടത്തിയ ആൾ അറസ്റ്റിൽ. കഴക്കൂട്ടം കിഴക്കുംഭാഗം ശിവനഗറിൽ ബിനീഷാണ് അറസ്റ്റിലായത്. ബൈക്കിലെത്തിയ 3-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. നിരവധി മോഷണ കേസുകളിലും പീഡനം, വധശ്രമ കേസുകളിലും പ്രതിയാണ് പിടിയിലായ ബിനീഷ്. പത്തനംതിട്ട മാർക്കറ്റിൽ വ്യാപാര സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 1 കോടി മുടക്കിയാണ് വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നത്. 4 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. 5000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് പുതിയ മാർക്കറ്റ് കെട്ടിടം നിർമ്മിക്കുന്നത്. 6 ഇറച്ചി സ്റ്റാളുകളും 36 മത്സ്യ സ്റ്റാളുകളുമാണ് നിർമ്മിക്കുന്നത്. 7 അടി വീതിയിലുള്ള നടവരാന്തിയും ഒരേ സമയം 100 പേർക്ക് മത്സ്യം വാങ്ങാനുള്ള സൗകര്യവും ഉണ്ടാകും. 1 കോടി മുടക്കിയാണ് പുതിയ മാർക്കറ്റ് നിർമ്മിക്കുന്നത്. നിർമ്മാണം 4 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ, ധാരാളമായി ആളുകൾ ആശ്രയിക്കുന്ന ഒരു മാർക്കറ്റാണ്. മാത്രമല്ല ഇവിടെ നമ്മുടെ മത്സ്യ വ്യാപാരികൾക്കും അതുപോലെ മറ്റുള്ളവർക്കും, സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പേർ ഈ മാർക്കറ്റിൽ കച്ചവടത്തിനായും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒന്ന് റെസ്റ്റ് റൂംസ് ഉൾപ്പെടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ടാണ്, അതും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. മാർക്കറ്റിനുള്ളിലെ പഴയ കെട്ടിടം പൊളിക്കുന്നതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് 1 വർഷത്തോളം നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് 2ാമത് ടെൻഡർ ക്ഷണിച്ചാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിരവധി പേർ ആശ്രയിക്കുന്ന മാർക്കറ്റിൽ വിശ്രമ കേന്ദ്രം എന്നിവയുൾപ്പെടെയുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. നാട്ടുവർത്തമാനം തുടരുന്നു. കായംകുളം സ്റ്റേഷൻ വളപ്പ് ഹരിതാഭമാക്കി പോലീസുകാർ. ജോലിയുടെ വിശ്രമവേളകളിലായിരുന്നു കൃഷി. സ്റ്റേഷൻ വളപ്പിൽ കാട് കയറിക്കിടന്ന സ്ഥലമാണ് പോലീസുകാർ കൃഷിയിടമാക്കിയത്. എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. കിട്ടിയതാകട്ടെ 100 മേനി വിളവ്. വഴുതന, വെണ്ട, പയർ, മുളക്, ചീര എന്നിവയാണ് കൃഷി ഇറക്കിയത്. കൂടാതെ സ്റ്റേഷൻ കെട്ടിടത്തിന് മുകളിലും മട്ടുപ്പാവിലും കൃഷിയിറക്കി. കോളിഫ്ലവർ, തക്കാളി, ചീര തുടങ്ങിയവയാണ് മട്ടുപ്പാവ് കൃഷിയിൽ ഉള്ളത്. വളരെ നല്ല ഒരു വിളവാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയത്. അപ്രാവശ്യവും അപ്രകാരം ഒരു വിളവ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെയുള്ള ഒട്ടനവധി പച്ചക്കറികൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഗ്രോ ബാഗിൽ, ടെറസിൽ, മട്ടുപ്പാവിലും കൃഷി നടത്തുന്നുണ്ട്. ക്യാബേജ് പോലുള്ള ഇനങ്ങൾ മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്നുണ്ട്. ഓണത്തിന് 1 മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൃഷി. ഇവിടേക്ക് ആവശ്യമായ വിത്തും വളവും കൃഷിഭവനിൽ നിന്ന് ലഭിച്ചു. ജോലിയുടെ ഇടവേളയിൽ തന്നെയാണ് കൃഷി. പോലീസുകാർക്കൊപ്പം ഹോംഗാർഡുകളും കൃഷി പരിപാലനത്തിൽ സജീവമാണ്. ന്യൂസ് 18 കായംകുളം. കൊച്ചിയെയും തേനിയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന പുതിയ ദേശീയപാത വരുന്നു. NH85 ഗ്രീൻഫീൽഡ് ബിസിനസ് കോറിഡോർ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. പദ്ധതിയുടെ 80% കടന്നുപോകുന്നത് ഇടുക്കി മണ്ഡലത്തിലൂടെയാണ്. പാത കേരളവും തമിഴ്നാടുമായി ചേരുന്ന പ്രദേശം MP ഡീൻ കുര്യാക്കോസും സംഘവും സന്ദർശിച്ചു. കൊച്ചിയെയും തേനിയെയും 151 കിലോമീറ്റർ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാതയ്ക്കുള്ള നടപടികളാണ് തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. നിലവിലുള്ള കൊച്ചി ധനുഷ്കോടി പാതയുമായി ഒരിടത്തും കൂട്ടിമുട്ടാതെ പൂർണ്ണമായും പുതിയ അലൈൻമെന്റിലാണ് പാത ഒരുക്കുക. എറണാകുളം മരട് മുതൽ തമിഴ്നാട് അതിർത്തിയായ ചതുരംഗപ്പാറ വരെയാണ് കേരളത്തിലൂടെ പാത കടന്നുപോകുന്നത്. നെടുങ്കണ്ടം ടൗണിലൂടെ ആനക്കല്ല് വഴി തമിഴ്നാട്ടിലെ തേവാരവുമായി ബന്ധിപ്പിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാരത്മാല പ്രോജക്ട് ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. ആ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കൊച്ചി തേനി പുതിയ അലൈൻമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നിലവിൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപുള്ള നടപടികൾക്ക് 6 മാസമാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ സർവേയും സ്ഥലമേറ്റെടുപ്പ് നഷ്ടപരിഹാരം സംബന്ധിച്ച ധാരണയും ഉണ്ടാക്കാനാണ് ശ്രമം. ന്യൂസ് 18 ഇടുക്കി.
കായംകുളം ദേശീയപാതയിലെ മരണക്കുഴികൾ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന് പരാതി. കൃഷ്ണപുരം മുതൽ ഹരിപ്പാട് വരെ റോഡിൽ നിറയെ അപകടക്കുഴികളാണ്. കുഴികൾ മൂലം അപകടങ്ങളും നിത്യസംഭവമാണ്. 4 വർഷം മുൻപാണ് ദേശീയപാതയിൽ ടാറിംഗ് നടത്തിയത്. പഴയ ടാറിംഗ് പാളികളായി ഇളകിയതാണ് കുഴികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം. പിന്നീട് ഇളകിയ ഭാഗത്തെ കുഴികൾ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അത് ഫലപ്രദമായ പരിഹാരമായിരുന്നില്ല. ഇതിനിടയിൽ ട്രാഫിക് പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് കുഴികൾ അടച്ചെങ്കിലും അതും പ്രയോജനപ്പെട്ടില്ല. വളരെ ഭയാനകമായ കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാത്ത രീതിയിലുള്ള അനാസ്ഥയാണ് നടപ്പിലാകുന്നത്. രാത്രികാലങ്ങളിലടക്കം സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ വന്ന് ഈ റോഡുകളിൽ കുഴികളിൽ വീഴുന്നത് നിത്യസംഭവം മാറിയിരിക്കുകയാണ്. കുഴികളിൽ വീണുള്ള അപകടങ്ങൾ നിത്യസംഭവമാവുകയാണ്. മഴക്കാലത്ത് കുഴികൾ വലുതാകുന്നതും വെള്ളം കെട്ടിനിൽക്കുന്നതും അപകട സാധ്യത കൂട്ടുന്നു. വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ കുഴികൾ കാണാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമാണ്. രാമപുരം, കരിയിലക്കുളങ്ങര, പുത്തൻ റോഡ് ജംഗ്ഷൻ, കൊറ്റുകുളങ്ങര, MSM കോളേജ് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അപകട സാധ്യത കൂടുതലുള്ള കുഴികളുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി പേരാണ് ഈ കുഴികളിൽ വന്ന് വീഴുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആശുപത്രിയിലേക്ക് വരുന്ന വാഹനങ്ങളും ആംബുലൻസുകളും കുടുംബവുമായി വരുന്ന ബൈക്കുകളുമൊക്കെ ഈ കുഴിയിൽ വന്ന് വീഴുന്നത് പതിവായ ഒരു കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ്. മന്ത്രി സ്ഥിരമായി സന്ദർശിക്കുന്ന റോഡ് എന്ന നിലയിൽ ജി സുധാകരൻ മന്ത്രിയായിരിക്കെ യഥാസമയം റോഡ് ശരിയാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിയ മന്ത്രി PM മുഹമ്മദ് റിയാസിന് മുന്നിൽ വിഷയമെത്തിയിരുന്നു. അടിയന്തര പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞാണ് മന്ത്രി മടങ്ങിയത്. ന്യൂസ് 18 കായംകുളം. 2 വർഷമായി വൈദ്യുതിക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു നെടുമങ്ങാട് 3ാം ക്ലാസ്സുകാരനായ സൂര്യ. വൈദ്യുതി ഇല്ലാതെ ഓൺലൈൻ പഠനം പ്രതിസന്ധിയിലായ സൂര്യയുടെ വീട്ടിൽ മന്ത്രിയുടെ ഇടപെടലിൽ 48 മണിക്കൂറിനുള്ളിൽ വൈദ്യുതി എത്തി. ഒപ്പം പ്രദേശത്തെ 16 വീടുകളിൽ കൂടി വൈദ്യുതി എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ചുമരു പോലുമില്ലാത്ത അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട്ടിലാണ് കരകുളം ആറന്നൂർ കോണത്ത് 3ാം ക്ലാസ് വിദ്യാർത്ഥി സൂര്യ താമസിച്ചിരുന്നത്. 2 വർഷമായി വൈദ്യുതിക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു അച്ഛൻ സജുവും അമ്മ സുഷിയും. വൈദ്യുതിയില്ലാതെ ഓൺലൈൻ പഠനം ബുദ്ധിമുട്ടിലായി. മൊബൈൽ ചാർജ് ചെയ്യാൻ അടുത്ത വീട്ടിലേക്ക് ഓടണം. ഇതറിഞ്ഞ മന്ത്രി GR അനിൽ ഇടപെട്ട് 48 മണിക്കൂറിനുള്ളിൽ സൂര്യയുടെ വീട്ടിൽ വൈദ്യുതി എത്തിച്ചു. നെടുമ്പങ്ങാട് സമ്പൂർണ്ണ ഓൺലൈൻ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായുള്ള അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനിയും വൈദ്യുതി എത്താത്ത പ്രദേശത്തെ 16 വീടുകളിലും ഉടൻ കണക്ഷൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠന ഉപകരണങ്ങളും കൈമാറി. ചടങ്ങിൽ കരകുളം പഞ്ചായത്ത് പ്രസിഡന്റ് റാണി, പഞ്ചായത്ത് അംഗങ്ങൾ, KSEB ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 നെടുമങ്ങാട്. കടലാസ് കൊണ്ട് ഫാഷൻ ഡിസൈനിംഗ് നടത്തുകയാണ് ഇടുക്കി കട്ടപ്പന പരപ്പ് സ്വദേശികളായ ലക്ഷ്മിയും പാർവതിയും. പത്രപേപ്പറുകൾ കൊണ്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് ഇവർ ഒരുക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ പത്രങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് പലരുടെയും രീതി. എന്നാൽ കട്ടപ്പനയിലെ ലക്ഷ്മിയും പാർവതിയും വേറെ ലെവലാണ്. പത്രപേപ്പറുകൾ കൊണ്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കുകയാണ് ഈ സഹോദരിമാർ. ഫാഷൻ ഡിസൈനർമാരെ വെല്ലുന്ന തരത്തിലാണ് പത്രക്കടലാസ് ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്താണ് ഈ ആശയം രൂപപ്പെട്ടത്. ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, അപ്പോൾ ഫുൾ ടൈം ഫോണിലും TVയിലും എന്നെ ഇരുന്ന് ബോറടിച്ചപ്പം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് തോന്നി. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. അപ്പോൾ ഇത് അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ തയ്ക്കുന്നതൊക്കെ, അപ്പം അമ്മയ്ക്ക് കുറേ വെറൈറ്റി ഡിസൈൻസ് ഒക്കെ അറിയാം. അപ്പം അമ്മയോട് പറഞ്ഞപ്പം അമ്മ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ബിന്ദമ്മയുടെ ഹെൽപ്പും കൂടെ കൊണ്ട് ഇത്രയും ചെയ്തു. ഒരെണ്ണം ചെയ്തിട്ട് അത് വാട്സപ്പിലൊക്കെ എല്ലാവർക്കും ഇട്ട് കൊടുത്തപ്പം അത് എല്ലാവരും പറഞ്ഞു നല്ലതാണെന്നും എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇടുകയും എല്ലാം ചെയ്തു. എല്ലാവരിൽ നിന്നും ഭയങ്കര സപ്പോർട്ട് കിട്ടി. പിന്നെ എൻ്റെ വേറെ ഡിസൈൻസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. തയ്യൽ തൊഴിലാളിയായ അമ്മ ബിന്ദു ഉടുപ്പുകൾ തുന്നുന്നത് കണ്ടാണ് ഇവർ പേപ്പറിൽ പരീക്ഷണം നടത്തിയത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ലക്ഷ്മി 40 പത്രങ്ങൾ ഉപയോഗിച്ചും 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാർവതി 20 പത്രങ്ങൾ ഉപയോഗിച്ചുമാണ് വസ്ത്രങ്ങൾ നിർമ്മിച്ചത്. ക്രാഫ്റ്റ് വർക്കുകൾ, ഗ്ലാസ് പെയിന്റിംഗ്, നൃത്തം എന്നിവയിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പത്രക്കടലാസിൽ വ്യത്യസ്ത ഫാഷനിലുള്ള കൂടുതൽ ഉടുപ്പുകൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സഹോദരിമാർ. പരപ്പ് പോക്കാട്ട് ബിജു ബിന്ദു ദമ്പതികളുടെ മക്കളാണ് ലക്ഷ്മിയും പാർവതിയും. ന്യൂസ് 18 ഇടുക്കി. കപ്പലുകളുടെ എഞ്ചിൻ ശേഷി പരിശോധിക്കുന്ന തിരുവനന്തപുരം വിഴിഞ്ഞം ഹാർബർ റോഡിലുള്ള ബൊള്ളാഡ്
പുൾ ടെസ്റ്റ് കേന്ദ്രം അപകട ഭീഷണിയാകുന്നു. സുരക്ഷാ വേലിയോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇവിടെയില്ല. തെരുവ് വിളക്കുകളില്ലാത്തതിനാൽ രാത്രികാലത്ത് സാമൂഹ്യവിരുദ്ധ ശല്യവും പതിവാണ്. പുതുതായി നിർമ്മിക്കുന്ന കപ്പലുകളുടെ എഞ്ചിൻ ശേഷി പരിശോധിക്കാൻ വേണ്ടിയുള്ളതാണ് ബൊള്ളാഡ് പുൾ ടെസ്റ്റ് കേന്ദ്രം. ആളുകൾ കടൽ കാഴ്ചകൾ കാണാൻ ഇവിടെ പതിവായി എത്താറുണ്ട്. സുരക്ഷാ വേലി തകർന്നതോടെ അപകട ഭീഷണി വർദ്ധിക്കുകയാണ്. തെരുവ് വിളക്കുകളില്ലാത്ത കാരണം രാത്രിയായാൽ സാമൂഹ്യവിരുദ്ധ ശല്യവും ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ബുള്ളാഡ് എന്ന് പറഞ്ഞ ബോർഡ് മാത്രം വെച്ചാൽ പോരാ, അതിന് സുരക്ഷിതമായിട്ടുള്ള ഒരു ആള് തന്നെ അപ്പീരൻസ് അത് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇത് നമുക്കൊരു സുരക്ഷ. പിന്നെ അവിടെ ഒരു നിർബന്ധമായി ഒരു ഹൈമാക്സ് ലൈറ്റും കൂടെ അത് സ്ഥാപിക്കണം. അതും ഞാനത് നഗരസഭയുമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് ഈ ബോർഡ് സ്ഥാപിച്ച് നല്ല രീതിയിൽ ഒരു സെക്യൂരിറ്റി സംവിധാനം അവിടെ വരുത്തണമെന്നാണ് വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കടലിലിറങ്ങി കുളിക്കുന്നതിനിടെ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് നഗരസഭ സുരക്ഷാ വേലികൾ സ്ഥാപിച്ചത്. അതാണിപ്പോൾ തകർന്നത്. പ്രദേശത്ത് ആവശ്യത്തിന് വെളിച്ചവും സെക്യൂരിറ്റി ജീവനക്കാരെയും ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വിഴിഞ്ഞം. കൊല്ലം കുണ്ടറയിലെ പേരയത്ത് ഗ്യാസ് ഗോഡൌണിൽ പൊട്ടിത്തെറി. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, ആർക്കെങ്കിലും പരുക്കുണ്ടോ? ആളുകളുണ്ടായിരുന്നോ ഗോഡൌണിൽ? ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇവിടെ ഒരു അനധികൃത ഗ്യാസ് നിറയ്ക്കൽ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു വിശദീകരണമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ അനധികൃതമായി ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സംവിധാനമായിരുന്നു. ഏതാണ്ട് 100ഓളം സിലിണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ സമയത്ത് 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ വ്യാജ സിലിണ്ടർ കേന്ദ്രം എന്ന നിലയ്ക്കാണ് ഇത് പ്രവർത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ സിലിണ്ടറുകൾ എത്തിച്ചിരുന്നതെന്നും മറ്റു തരത്തിൽ എങ്ങനെയാണ് നിറച്ചിരുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഗ്യാസ് നിറയ്ക്കുന്നതടക്കമുള്ള ഉപകരണങ്ങൾ ഈ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. സമീപത്ത് അധികം ആൾവാസമുള്ള പ്രദേശമല്ല. ഒരു സിമന്റ് കട്ട നിർമ്മാണ ഫാക്ടറിയാണ് ഇതിന് മുന്നിലായി ഉള്ളത്. അതിനോട് ചേർന്നാണ് ഈ തരത്തിലുള്ള ഒരു ഗ്യാസ് നിറയ്ക്കുന്ന കേന്ദ്രം പ്രവർത്തിച്ചത്. ഏതായിരുന്നാലും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. അശ്വതി. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 394 ഗ്രാമങ്ങളിലൂടെ 1,95,250 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.news18.com സന്ദർശിക്കും.